ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാളായി നാം അനുസ്മരിക്കുന്നു. ഒരു മരപ്പണിക്കാരനായിരുന്ന ഔസേ ദാവീദിന്റെ വംശത്തിൽ യാക്കോബിന്റെ മകനായി ജനിച്ചു. ദൈവത്തിന്റെ വരദാനമായ യേശുവിനെയും മറിയത്തെയും വിശ്വസ്തയോടെ സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മറിയം ഗർഭിണിയാണെന്ന് കണ്ട യൗസേപ്പ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യൗസേപ്പ് നീതിമാനായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചതെന്ന് സുവിശേഷകൻ പറയുന്നു. ദൈവത്തിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മൗനം ശ്രദ്ധേയമാണ്. പിതാവിന്റെ സഹനങ്ങളെല്ലാം മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് കാതലായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ യൗസേപ്പ് മരിച്ചു എന്നാണ് പാരമ്പര്യം. യേശുവിന്റെയും മറിയത്തിന്റെയും മടിയിൽ കിടന്നാണ് യൗസേപ്പ് മരണം വരിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ആരാലും അറിയപ്പെടാതെ എളിമയുടെ നസ്രത്തിൽ ജീവിച്ച യൗസേപ്പ് ഒടുവിൽ നിശബ്ദനായി മരണമടഞ്ഞു. 1729 ബെനഡിക്ട് 13 മാർപ്പാപ്പ യൗസേപ്പിനെ വിശുദ്ധരുടെ പട്ടികയിൽ എഴുതി ചേർത്തു. 15-ാം നൂറ്റാണ്ട് മുതലാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന് പ്രാർത്ഥനാപരമായ ആദരവ് നൽകപ്പെട്ടത്. 1889 ലിയോ 13 മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനത്തിൽ വിശുദ്ധരെ കുറിച്ച് പ്രതിപാദിച്ചത് തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, കന്യകകളുടെ കാവൽക്കാരൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് മരിക്കുമ്പോൾ ഈശോയും മറിയവും അടുത്തുണ്ടായിരുന്നതിനാൽ മരണശൈലിയിൽ കിടക്കുന്നവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമ്മുടെ കുടുംബക്കാരുടെ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ സ്വർഗീയ അപ്പച്ചനായി യൗസേപ്പ് പിതാവ് എന്നും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും കൂട്ടായിട്ടുള്ള നമ്മുടെ അപ്പച്ചനെ പോലെ നമുക്കും നീതിയിലും വിശ്വസ്തതയിലും അടിയുറച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം. ആ പിതാവിന്റെ അനുഗ്രഹം യാചിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ അനുഗ്രഹം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്.